Hi friends, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് xuv500 ആണ്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഫ്യൂൽ ഗേജ് ബ്ലിങ്കിങ് ആണ്. കണ്ടിന്യൂസ് ആയിട്ട് ഫ്യൂൽ ഗേജിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും കണ്ടിന്യൂസ് ആയിട്ട് ബ്ലിങ്കിങ് ആണ്, സ്റ്റില്ലായി നിൽക്കുന്നില്ല. ഇത് നമുക്ക് ഇളക്കി നോക്കണം. മീറ്റർ ആണോ ഫ്യൂലിൻ്റെ ഫ്ലോട്ടാണോ, രണ്ട് ഗേജ് വരുന്നുണ്ട് ടാങ്കിൽ. രണ്ടിൻ്റെ വയറിങ് ചെക്ക് ചെയ്യണം, മീറ്റർ നോക്കണം. അതാണ് ഇന്നത്തെ വർക്ക്. അത് ഫസ്റ്റ് നമുക്ക് എൻ്റെ വയറിങ്ങൊക്കെ നോക്കാം. വയറിങ്ങൊക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ നിന്ന് നേരെ ടാങ്ക് വരെ ചെക്ക് ചെയ്യണം, എലിയെല്ലാം കടിച്ചിട്ടുണ്ടാകുന്ന നോക്കണം. പക്ഷെ കണ്ടിട്ട് വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല. കാര്യം ഇവിടെയൊക്കെയാണ് എലി കടിക്കാറുള്ളത്, ഇവിടെ ഒന്നും പ്രശ്നമില്ല. അത് ഫ്ലോട്ടിൻ്റെ വയറ് ഫോളോ ചെയ്തിട്ട് ടാങ്ക് വരെ പോകണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് ആദ്യം ഫസ്റ്റ് നോക്കണം, അത് കഴിഞ്ഞിട്ട് മീറ്റർ നോക്കണം. പിന്നെ നമുക്കിവിടെയും നോക്കാൻ പറ്റും, ഇവിടെയും വരുന്നുണ്ട് അതിൻ്റെ വയറ്. ഇവിടെയൊക്കെയാണ് കോമണായിട്ട് കടിക്കുന്നതെല്ലാം എലി. അത് കഴിഞ്ഞ് ഇവിടെയും കടിക്കാറുണ്ട്. xuv500 മദർ ബോർഡാണിത്. ഇത് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്യൂൽ ഗേജ്, അതിൻ്റെ ടെമ്പറേച്ചർ, ഇത് രണ്ടുമാണ് വരുന്നത്. അതിൻ്റെ ഡിസ്പ്ലേക്ക് ഇതായിരിക്കുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഡയൽ ഇങ്ങനെ ആയിരിക്കുന്നത്. ഫ്യൂൽ ഗേജ് ഫ്ലിക്കറിങ് പ്രോബ്ലം, ബ്ലിങ്ക് ചെയ്ത് കളിച്ചുകൊണ്ടേയിരിക്കും, സ്റ്റില്ലായിട്ട് നിൽക്കത്തില്ല. അതാണ് നമുക്കിന്ന് ചെയ്യേണ്ടത്. ഓക്കെ, xuv500 ക്ലസ്റ്റർ മീറ്റർ റിപ്പയർ ചെയ്തിട്ടുണ്ട്. മില്ലി ആമ്പർ 395 അറൗണ്ട് എടുക്കുന്നുണ്ട്. ഇതിപ്പം ഇതായിരുന്നു ഇതിൻ്റെ കംപ്ലയിൻറ്റ്. ഇത് കണ്ട ഈ ഫ്ലിക്കറിങ് ഇതേപോലെ വണ്ടിയിൽ നമ്മൾ കണക്റ്റഡ് ആക്കിയാലും, ഇതിൻ്റെ ഫ്യൂവലിൻ്റെ ഗേജ് കണക്റ്റഡ് ആക്കിയാലും ഇതേപോലെ കിടന്ന് ഫ്ലിക്കറിങ് ആയിരുന്നു. കണ്ടിന്യൂസ് ഫുള്ളായിട്ട് കിടന്ന് ഫ്ലിക്കർ ചെയ്യും. ഇതിപ്പോൾ ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ടാണ് മൊത്തം ഞാൻ ഓഫ് ചെയ്തിട്ട് പോകണം. ഇത്തരം ഓണാക്കി ആ സൂചി വന്ന് ജസ്റ്റ് അനലൈസ് ചെയ്തിട്ട് ഇത് നേരെ തിരിച്ചു പോകും. കാര്യം ജസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഫുള്ള് ഓപ്പൺ ആയിരിക്കും. അതായത് ഈസിയായിട്ട് ഒന്നും കണക്റ്റഡ് അല്ല, ടെമ്പറേച്ചർ കണക്റ്റഡ് അല്ല, ഫ്യൂൽ ഗേജ് കണക്റ്റഡ് അല്ല, RPM കണക്റ്റഡ് അല്ല. അതുകൊണ്ട് ഇത് മൊത്തം ഫുള്ള് പോകും. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഫുള്ള് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ വണ്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമലാവും, ഫ്യൂൽ ഗേജ് നോർമലാവും, ടെമ്പറേച്ചർ നോർമലാവും, കിലോമീറ്ററിൻ്റെ സൂചി നോർമലാവും, RPM ആവും. ഇതിപ്പോൾ എല്ലാം ഫുള്ള് കാണിക്കുകയാണ്. ഇത് നമുക്കൊന്ന് വണ്ടിയിൽ വെച്ച് നോക്കാം, റെഡി ആയോ ഇല്ലയോ എന്ന് നമുക്ക് വണ്ടിയിൽ വെച്ചൊന്ന് ചെക്ക് ചെയ്യാം. ക്ലസ്റ്റർ മീറ്റർ അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി റിപ്പയർ ചെയ്തിരിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്ലിക്കറിങ്ങോ ഒന്നുമില്ല, ഒരു ഇഷ്യൂ ഇല്ല. നേരത്തെ ആണെങ്കിൽ ഫുള്ള് ഓണാക്കുന്ന സമയത്ത് കിടന്ന് ഫ്ലിക്കറിങ് ആയിരുന്നു. ജസ്റ്റ് ഇന്ന് അനലൈസ് ചെയ്തിട്ട് അപ്പോഴത്തന്നെ ഫ്ലിക്കറിങ് തുടങ്ങി. ഇപ്പോൾ ഫുള്ള് കണക്റ്റഡ് ആയതുകൊണ്ട് ആ ഫ്യൂൽ ഗേജ്, ടെമ്പറേച്ചർ, കിലോമീറ്റർ, RPM ഇതെല്ലാം ഡൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. നേരത്തെ ഇപ്പോൾ എല്ലാം നോർമലാണ്. കിലോമീറ്റർ ഇനി വർക്കാവും. കാര്യം ഇതിൻ്റെ ഫുള്ള് നീഡിൽസ് ഞാൻ ഇളക്കിയതാണ്, എല്ലാം പീസാക്കിയതാണ് ഡിസ്പ്ലേ ഒക്കെ. അപ്പോൾ ഇത് സക്സസ്ഫുള്ളി റിപ്പയറിങ് ആയിരിക്കുന്നതാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.